City Golden ശേലുള്ള പൊന്ന് മഞ്ജിവൾ കേകും അഴകുള്ള പൊന്ന് City Gold. City Gold, Kanyangar, Kasaragod and Uppala. The glow of purity in association with City Gold, exclusive kids jewelry, Kasaragod. പ്രമുഖ വ്യവസായിയും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഖത്തർ ഇബ്രാഹിം അജയാണ് ഇന്ന് നമ്മുടെ ബിഗ് ബിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സർ, ബിഗ് ബിയിലേക്ക് സ്വാഗതം. തങ്ങള് ഒരുപാട് കഷ്ടത അനുഭവിച്ച ജീവിതത്തിൽ നിന്ന് വന്ന് പിന്നീട് നേട്ടങ്ങൾക്ക് ഒഴിവാകുകയും ഇന്ന് കാസർഗോട്ടെ വലിയൊരു വ്യവസായിയായി മാറുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്? സമൂഹത്തോട് അതിനെ കുറിച്ച് പറയാൻ എങ്ങനെയാണ്? ചെറുപ്പത്തിൽ എന്നെ സ്കൂളിൽ അയക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാതാവിന് ശരിക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. 12 വയസ്സിൽ തന്നെ പല മേസ്ത്രിമാരെ ഒന്നിച്ചിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അന്നുള്ള കാലത്ത് ഒരു മാസം, അതായത് 30 പണിയെടുത്താൽ, പണി എന്ന് പറഞ്ഞാൽ ജോലി, 30 ദിവസം ജോലി ചെയ്താൽ 30 രൂപ ശമ്പളം. ഒരു ദിവസത്തിൽ 1 രൂപയാണ്. അതിൽ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അന്നത്തെ 1 രൂപ കട്ട് ചെയ്യും. ആ രൂപത്തിലുള്ള ജോലി ചെയ്താണ് ഞങ്ങൾ ജീവിച്ചത്. അവിടെ നിന്ന് ആ സമയത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു താങ്കൾ. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 25 വയസ്സായ ഒരുത്തനിക്ക് ചമക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള മണ്ണിൻ്റെ കൊട്ട 2 പേര് പള്ളക്ക് നിന്ന് ഒരാൾ കൈക്കോട്ടോട് വലിയ വളവട്ടിയിൽ നിറച്ച് 2 ആൾ പൊക്കിയിട്ട് തലയിൽ വെച്ച് തരും. അതിനെ കൊണ്ടുപോയി തോട്ടിലേക്ക് ചാടിയിട്ട് തിരിച്ചു വന്ന് രണ്ടാമത് കൊട്ട. എത്ര വയസ്സിലാണ് അത്? 12-13 വയസ്സിൻ്റെ സമയത്ത്. ഇന്ന് 13 വയസ്സുള്ള സമയത്ത് ഇന്നത്തെ കുട്ടികൾക്ക് ഞാൻ അന്ന് ചുമന്ന കാലിക്കൊട്ട വരെ എടുത്തു പൊക്കാൻ പറ്റിയില്ല. ഞാൻ ചുമന്ന കൊട്ടയുണ്ടല്ലോ, അതിൻ്റെ കാലിക്കൊട്ട വരെ എടുത്ത് പൊക്കാൻ പറ്റാത്ത അത്ര വലുപ്പമുള്ള മണ്ണിൻ്റെ കൊട്ടയാണ്. അവിടുത്തെ ചൂരലിൻ്റെ പട്ടി എന്ന് പറയും. അവിടെ നിന്ന് അതേ മേസ്ത്രിൻ്റെ കൂടെ 4 കൊല്ലം 5 കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തു. അപ്പോൾ ചെറിയ ഒരു ശമ്പളം, ഒരു കൊല്ലത്തിൽ ചെറിയൊരു വർധന ഉണ്ടാവും. ആദ്യം 30 രൂപ സ്റ്റാർട്ടാണെങ്കിലും ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ഞാൻ ആ ജോലി നിർത്തുമ്പോഴേക്ക് 40 രൂപ ഒരു മാസത്തേക്ക് ശമ്പളത്തിലേക്ക് എത്തി. അവിടെ നിന്ന് അപ്പം ആ മേസ്ത്രി ജോലി ചെയ്യുന്ന പട്ട ജോലിയാണ്. പട്ടന്മാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പട്ടന്മാർ പറഞ്ഞാൽ ഈ കൊട്ടടക്കെല്ലാം ഉണ്ടാക്കുന്ന സാമ്യന്മാരെ ജോലിയാണ് ചെയ്യുന്നത്. അതായത് മണ്ണ് ഗര കീറിയിട്ട് തോട്ടത്തിലേക്ക് ഇടുന്ന ആ ജോലിയാണ്. ഒരു ദിവസം ആ സ്വാമി എന്നോട് വന്നിട്ട് പറഞ്ഞ്, എടാ നീ ഇവരെ ഒന്നിച്ചിട്ട് ഇങ്ങനെ ജോലി ചെയ്തെങ്കിൽ നീ ബാക്കിയായില്ല, നീ മരിച്ചേ പോവും. അതുകൊണ്ട് നിനക്ക് ഞാനൊരു റിയാത്തിയാക്കുന്നു. നീ സ്വന്തമായിട്ട് നിനക്ക് പോയിട്ട് ആളെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റുവാണെങ്കിൽ നിനക്ക് ഞാൻ പൈസ തരാം, നീ പോയിട്ട് ആളെ കൊണ്ട. ഞാൻ വേഗം പറഞ്ഞ് പറ്റു സ്വാമി, മാത്രം മേസ്ത്രി ചീത്ത പറയല്ലോ. അപ്പോൾ മേസ്ത്രി ചീത്ത പറയുമ്പോൾ പറഞ്ഞ് ഓനെ ഞാൻ അപ്പം തന്നെ വെടിവെച്ചിട്ട് കൊല്ലുമെന്ന്.
അതെ ഓനിക്ക് നിന്നെ ചീത്ത പറയാനൊന്നും കഴിയാതെ എൻ്റെ ഇഷ്ടമാണ്. ആയി സ്വാമി അന്നെങ്കിൽ ഞാനങ്ങനെ ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ സ്വാമിൻ്റെ അടുത്ത് പോയി അയാൾ അന്നേത്തെ 10,000 രൂപേൻ്റെ ഒരു കെട്ട്, അതായത് ആ വലിപ്പമുള്ള 10ൻ്റെ നോട്ട്, അന്നേത്തത് ഒരു നോട്ട് 100 രൂപേൻ്റെ നോട്ട്, വലിയൊരു നോട്ടാണ്. അങ്ങനത്തെ 10,000 രൂപേൻ്റെ ഒരു കെട്ട് ഞാൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ 10,000 കണ്ടിട്ട് വേണ്ടേ, കണ്ടിട്ടില്ലാലേ മുന്നേ നമുക്ക് കാണുന്നത്ര ഈ ഒരു മാസം ശമ്പളം ഈ 30 രൂപ 35 രൂപ 40 രൂപയല്ലേ. അങ്ങനെ ആ കെട്ടൻ്റെ തന്ന് പറഞ്ഞ് നീ ഒരു 10-40 ആളെ നീ കൊണ്ടുവന്നു, നിനക്ക് വലിയ ഒരു ഗര ഞാൻ കാട്ടിച്ചു തരാം മണ്ണിടാനും വേണ്ടിയിട്ട്, നിനക്ക് അതിൽ ലാവാക്കാനെല്ലാം പറ്റൂ എന്ന് പറഞ്ഞ് അയാൾ എവിടെയോ ഉള്ളൊരു നാട്ടുകാരനാണ് ഞാൻ. എങ്ങനെ ഇപ്പം അയാളെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ആ പൈസ ചാടിയ പോലെ ആയില്ലേ. എനിക്ക് അയാൾ തന്നു. ഞാൻ ആ പൈസയും കൊണ്ട് അത് സെല്ലിയെത്താന്ന സ്ഥലം, സെല്യം എന്ന് പറയുന്ന നാട്, അവിടുന്ന് ബസ്സിൽ കയറി അതിനെ വലിയൊരു മാറാപ്പെല്ലാം ആക്കി, എന്തെല്ലാം ആരും കണ്ടോണ്ടാന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ കെട്ട് മാറാപ്പം കെട്ടെല്ലാം ആക്കി അതിനെ കൊണ്ടുവന്ന് നാട്ടിൽ വന്ന്, നാട്ടിൽ നിന്ന് പീടിയൻ്റെ അടുത്തുനിന്ന് ഒരു സൈക്കിളെടുത്തിട്ട് വാരയെന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് പോയി. അവിടെ പണിക്കാരെല്ലാം കൂടുതലുള്ള സ്ഥലം. അവിടെ നിന്ന് ഏകദേശം 34-35 ആളെ കോൺട്രാക്റ്റ് ചെയ്തു. എങ്ങനെ ഒരാൾക്ക് ഇത്ര ശമ്പളം എന്ന് പറഞ്ഞിട്ട്, അതായത് 32 രൂപ മുതൽ 45 രൂപ വരെ ഒരു മാസത്തിൽ ശമ്പളം. അന്നും ശമ്പളത്തരേ ഉള്ളൂ. ഈ ശമ്പളം നിശ്ചയിച്ചിട്ട് ഓരോരാൾക്ക് വേണ്ട 50 രൂപ 25 രൂപ 30 രൂപ എല്ലാം അഡ്വാൻസ് കൊടുത്തിട്ട് ഈ ആളെയും കൊണ്ട് പോയിട്ടാകുമ്പോൾ സ്വാമിക്ക് നല്ല തൃപ്തി. അപ്പം തന്നെ സ്വാമി കാപ്പിയും ചായയും ഇതെല്ലാം വെച്ച് തന്ന്, വീടാരം കാട്ടിച്ച് തന്ന്, ബട്ടിയും സാധനവും കൈക്കോട്ടും എല്ലാം തന്നിട്ട് പണി എടുത്തോളാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഒരു ഗര ഇങ്ങനെ കാട്ടിച്ച് തന്നു. ആ ഗരൻ്റെ പണി ഞാൻ ഒരു 6 മാസം 6.5 മാസത്തോളം എടുത്ത് അയാൾ കാണിച്ച് തന്ന പണി പൂർത്തിയായി, കംപ്ലീറ്റായിട്ട് സ്വാമി കണക്കൂട്ടിയിരുന്ന് നോക്കുമ്പോൾ അന്നേത്തെ പൈസ 35,000 ഉറുപ്പ അത്ര പണിയിൽ ലാഭം. 35,000 ഉറുപ്പ. നമുക്ക് അത്ഭുതപ്പെടണ്ടേ? 10,000 രൂപ അയാൾ തന്നത്. ഇങ്ങനെ 6.5 മാസം പണിയെടുത്തിന്. ഉടനെ അയാൾ കണക്ക് കൂട്ടി ഇതെല്ലാം ആക്കി പൊടിച്ചിട്ട് കടലാസ് എഴുതി ലീസ്റ്റ് എടുത്ത് കൊടുത്തു തന്നിട്ട് ഇത് നീ കൊണ്ടുപോയിട്ട് നാട്ടിൽ വെച്ചിട്ട് പാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സ്വാമി എനിക്ക് പണിയെടുക്കാൻ നല്ല വിഷമമുണ്ട്, ഞാൻ എൻ്റെ പണി മതിയാക്കുന്നു, വേറെ എന്ത് തിരക്കേടില്ല നീ പോയിക്കോ. എന്നാൽ സന്തോഷത്തോടുകൂടെ അയാൾ പൈസയും തന്ന് ഞാൻ പോയിട്ട് നാട്ടിൽ പോയ പാട് ഒരു അംബാസഡർ കാറെടുത്തു. ബിസിനസിന്റെ ശരിക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് തുടക്കം തന്നെ അത്. അംബാസഡർ കാറെടുത്ത് ഈ കാറ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സി, എങ്ങനെ ടാക്സി ഓട്ടാൻ തുടങ്ങി. അത് ഈ കാറ് എന്ന് പറഞ്ഞെങ്കിൽ പണ്ടാര പറഞ്ഞാൽ എനിക്ക് അന്നേത്തെ റോഡും കാര്യമില്ല, അങ്ങനത്തെ എപ്പം നോക്കിയാലും ഇതിന് റിപ്പയർ തന്നെ, എപ്പം നോക്കിയാലും കാറിന് റിപ്പയർ തന്നെ. അപ്പോൾ എനിക്ക് ഒരു അനക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല കാറിൻ്റെ. അപ്പോൾ റിപ്പയർ ആക്കാൻ പോകണം. അതിന് വേണ്ടി ഞാൻ വിചാരിച്ച് ഇത് തന്നെ നമുക്ക് ശരിയായില്ല. ഒരു 8 മാസത്തോളം ഇതാക്കിയിട്ടായിട്ട് പിന്നെ പീടിയൻ്റെ ബിസിനസ് തുടങ്ങി. പീടിയ കച്ചവടം എന്താണ് അനാദി പീടിയ, മൈക്ക സെറ്റ്, സൈക്കിള്, ഇതെല്ലാം മൈക്ക സെറ്റ് വാടക കൊടുക്കുന്ന സൈക്കിള് അനാദി കച്ചവടമായിട്ട് ആ പൈസ കൊണ്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് ഇത് നാട്ടിലാവുമ്പോൾ കുറച്ച് കൂടുതൽ കടം പോകാൻ തുടങ്ങി. രക്ഷപ്പെടുന്നില്ല, നമുക്ക് ഇങ്ങനെ ആരോട് കടുപ്പത്തിൽ പറയാനും കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ ആടുന്ന് അത് വിട്ട് സില്യത്തേക്ക് പോയി. സില്യത്ത് പോയിട്ട് ആടെ നല്ലൊരു ബിസിനസ് സില്യത്ത് തുടങ്ങി. ഇത് അനാദി, അതായത് ചരക്ക് കൊട്ടടക്ക, പിന്നെ ഇതെല്ലാം കൊട്ടടക്കയെല്ലാം എടുക്കും, കുരുമുളകെടുക്കും, പിന്നെ ബാക്കിയുള്ള അനാദി ഹോൾസെയിലും റിറ്റെയിലും എല്ലാം ആയിട്ട് ഒരാളെ പാർട്ട്ണറും കൂട്ടിയിട്ട് അങ്ങനെ തുടങ്ങി. അതൊരു 2 കൊല്ലത്തോളം അതങ്ങനെ പോയി. പിന്നെ പാർട്ട്ണർ വലിയ പോരാ, ശരിയില്ലാത്തൊരു രൂപത്തിൽ വന്നിട്ടാകുമ്പോൾ അതും ഞാൻ നിർത്തി. ഖത്തറിലെത്തി പോയി
ഈ പണിയുടെ നിർത്തിയല്ലോ, നിർത്തിയിട്ട് ആടെ കുറച്ച് ചുറ്റുപാടും അതെല്ലാം ഉണ്ടാക്കി ഒരു ചെറിയ 2 ഐറ്റമിൻ്റെ ചെറിയൊരു പുര ഉണ്ടാക്കി. എങ്ങനെ എവിടെ? എൻ്റെ നാട്ടിൽ തന്നെ ഒരു പുര ഉണ്ടാക്കി. എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു വിവാഹവും കഴിച്ച്, എത്ര വയസ്സിലാണത്? അത് പിന്നെ ആ വിവാഹം കഴിച്ചത് 21ാമത്തെ വയസ്സിൽ. വിവാഹം കഴിച്ച ശേഷമാണ് ഖത്തറിലേക്ക് പോയത്? അതിൽ പോയി. പിന്നെ ഈ ഖത്തറിൽ പോയിട്ട് എപ്പോഴാണ് ബിസിനസ് ശരിക്കും തുടങ്ങി സക്സസ് ആയത്? അപ്പോൾ ജ്യേഷ്ഠന് 3 മണി സമയത്ത് പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയിട്ട് രാത്രി 3 മണിക്ക് കുറച്ച് പച്ചക്കറി സാധനമെല്ലാം എടുത്തിട്ട് ഇവിടെ ചെപ്രയിൽ കൊണ്ടുവന്നിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് രാവിലേക്ക് എല്ലാം വെക്കുന്നത്. ആര്? എൻ്റെ ജ്യേഷ്ഠൻ. അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ ഓൻ പോയിട്ടാകുമ്പോൾ അത് കഴിയാലോ. ഞാൻ എന്ത് പണിയെടുത്തേ? ജ്യേഷ്ഠന് 3 മണിക്ക് എണിക്കുന്ന ആ സ്ഥാനത്ത് അന്ന് ഞാൻ 2 മണിക്ക് എണിച്ച്. ഈ 2 മണിക്ക് എണിച്ചിട്ട് പോയിട്ട് ഐഡിയ ജ്യേഷ്ഠനെ കാട്ടിയെല്ലാം അള്ളാൻ്റെ സഹായം കൊണ്ട് അന്നും എനിക്ക് കയറി തന്നെ ഉള്ളത്. പച്ചക്കറിയെല്ലാം നല്ല രൂപത്തിലുള്ള അന്തസ്സുള്ള പച്ചക്കറി നോക്കിയിട്ട് കംപ്ലീറ്റ് എടുത്തിട്ട്, അപ്പം നമുക്ക് രാവിലെ ആൾക്കാർ വരുമ്പോൾ അത് സെറ്റാക്കണമെങ്കിൽ കുറച്ച് കഷ്ടമുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ അമാലിനെ കാത്തെങ്കിൽ നേരം വെളുക്കും 6 മണിയാവും. അമാലി എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരൻ. അപ്പോൾ ഇത് ഏകദേശം 1 ഫർലങ്ങ് ദൂരമുണ്ട് നമ്മളെ കടയും ഈ പച്ചക്കറി എടുക്കുന്ന സ്ഥലവും. അപ്പോൾ 10 12 പെട്ടി സാധനം എടുത്തെങ്കിൽ ഒന്ന് 25-30 കിലോ കനം ഉണ്ടാവും ഒരു പെട്ടി. ബോക്സ് മരത്തിൻ്റെ പെട്ടിയാണ്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് പണിയെടുത്തത് അറിയാം? ജ്യേഷ്ഠൻ രാവിലെ ആവോളം കാക്കരവും കൊണ്ടുവരില്ല. ഈ 12 പ്രാവശ്യം നടന്നിട്ട് ഓരോരു പെട്ടിയായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ സെറ്റാക്കി ചെപ്രയിൽ 12 പ്രാവശ്യം നടന്നിട്ട് 12 പെട്ടി 12 പ്രാവശ്യം കൊണ്ടുവരണം. ഒരു വരലങ്ങ് നടക്കുകയും വേണം. അങ്ങനെ മറ്റോറ് വരുമ്പോഴേക്ക് ഇത് ഇവിടെ ഇന്ന രൂപത്തിൽ കാണുമ്പോൾ ഓറ് നെട്ടിപ്പോയി. ഇത് നമുക്ക് അദ്രമാനല്ല നല്ലത്. ജോനെ നല്ല തടിയിലൊക്കെ കൂട്ടണമെന്നാണ് ജോറ് ഐഡിയയിൽ. പിന്നെ ബിസിനസ് എല്ലാം ഓറ് എൻ്റെ പെരടിയിലേക്ക് ഇട്ട് നിൻ്റെ ഇഷ്ടത്തിന് സാധനം വരുത്തിക്കോ, നിൻ്റെ ഇഷ്ടത്തിന് വിറ്റോ എന്ന് പറഞ്ഞിട്ട് ഓറ് ജാസ്തി നാട്ടിൽ പോയിട്ട് കൂടും. ഞാനിവിടെ എന്നെ കഷ്ടപ്പെടുകയും ചെയ്യും. പൈസ നല്ല പാങ്ങൽ കണക്കൂട്ടിയിട്ട് ഞാൻ ഓർക്ക് കൊടുക്കും. നല്ല അന്തസ്സിൽ കണക്കൂട്ടിയിട്ട് ഓർക്ക് കൊടുക്കും. ഓർ പിന്നെ ഓരെടുക്കുന്ന എനിക്ക് ഒഴിവാകാൻ പറ്റുന്നില്ല. ഞാൻ ലാസ്റ്റ് ജബർദസ്തി അവരെടുക്കുന്ന ഒഴിവായി. ജബർദസ്തി പറഞ്ഞെങ്കിൽ ഓരോ ഒഴിവാക്കുന്നില്ല. അപ്പോൾ ഞാൻ പണിയെടുത്തത് എന്താ പറഞ്ഞെങ്കിൽ 3 പീടിയ ഉണ്ടേന്. ഒരു പീടിയനെ അല്ല, ഒരു പീടിയ എനിക്കുള്ളത്, ബാക്കി 2 പീടിയെ. അതിൽ പണിക്കാർ വേറെ ഉണ്ടാവും. എൻ്റെ പീടിയയിലിട്ട സാധനം ഒരു ദിവസം ഞാൻ തീരെ വിറ്റില്ല, ദേഷ്യം പിടിച്ചിട്ട്, ഒഴിവാക്കാത്തത് കൊണ്ട്. അപ്പോൾ അവർക്ക് ഈ സാധനം നശിച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര ബേജാറായി. ഇത് 2 ദിവസം കഴിയുമ്പോൾ ചീഞ്ഞിട്ട് വെള്ളം ഒലിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒഴിവായിട്ട് ഓറ് പോയി. അവർ പോയി ഓറ് വേറെ ഓരോ കച്ചവടം ഓറ് നോക്കി, എൻ്റെ ഞാൻ നോക്കി. 6 മാസം കഴിയുമ്പോൾ ഒരു കെട്ടിയിട്ട് പോയി. ഒരു പൊളിഞ്ഞി, തീരെ പൊളിഞ്ഞി. ഞാൻ നല്ല പാങ്ങൽ തിരിയെടുത്ത് ഞാൻ ഒരു കടനെ 2 ആക്കി, 2 കടനെ 3 ആക്കി, ആൾക്കാരെല്ലാം കൂടുതൽ കൂട്ടി. പിന്നെ ഞാനെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് കുറച്ച് കുറവാണെന്നുണ്ടായത്. പീടിയയിൽ രാവിലെ ഈ 2 മണിക്ക് എണിച്ചിട്ട് ഈ പച്ചക്കറിൻ്റെ ആ സ്ഥലത്തേക്ക് വന്നെങ്കിൽ പിന്നെ ആദ്യത്തെ പോലെ 10:30 മണിക്കാണ്. ജീവിതത്തിൻ്റെ ഒരു കുറേ ഭാഗങ്ങൾ ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ഉറങ്ങാതെ, അതായത് കരുതിക്കൂട്ടി ഉറങ്ങാതെ അല്ല. ഞാൻ എനിക്ക് ഒരു 3-4 മണിക്കൂർ ഉറങ്ങിയെങ്കിൽ മതിയാണ്, പ്രശ്നമാണെന്നില്ല. ഉറങ്ങാത്തതിൽ പ്രശ്നമില്ല എനിക്ക്. എങ്ങനെ ഉറങ്ങാത്തത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായി പോകുന്നല്ലോ, അതെനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്ത് പറഞ്ഞെങ്കിൽ, നിങ്ങൾക്കത് പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമില്ല. 8 മണിക്കൂർ ഒരാൾ ഉറങ്ങൽ നിർബന്ധമാണ്, 7 മണിക്കൂറും കൂടെ വേണം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ 4 മണിക്കൂറിൽ ഒക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വേറെ മരുന്നാക്കാനൊന്നുമില്ല, അതങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ജാസ്തി ഉറക്കുണ്ട്, അന്നത്തെ പോലെയല്ല. ആ ബിസിനസ്സിനെ അതുപോലെ ഡെവലപ്മെൻ്റ് ആക്കിയിട്ട് കിട്ടും. ഇപ്പം ഇവിടെ നിന്നെല്ലാം ഇവിടെ നിന്ന് കൊച്ചി കേന്ദ്രീകരിച്ച്, അതായത് ഇപ്പം ഞങ്ങൾക്ക് ആടത്തേക്ക് മുമ്പെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മാത്രം സാധനം വന്നുകൊണ്ടായിനെ. ഇപ്പോൾ ബൊംബൈയിൽ നിന്ന് വരുന്നു, കൊച്ചിയിൽ നിന്ന് പോകുന്നുണ്ട്, കോഴിക്കോട് നിന്ന് പോകുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് പോകുന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് സബ്ജി. അപ്പം കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ തന്നെ അയക്കുന്ന, കൊച്ചിയിൽ ഞങ്ങൾ 2ാമത് ഇവിടെ വന്ന് കുറച്ച് സ്ഥലമെല്ലാം എടുത്ത് സെറ്റായി അവിടെ ഒരു ഇത് തുടങ്ങി. അത് തുടങ്ങി ഞങ്ങളെ കടക്ക് ഇപ്പം ഞങ്ങൾ തന്നെ സാധനം അയക്കുന്നു. ഇപ്പം മാങ്ങൻ്റെ സീസണാണ്. നല്ല ശരിക്കും ഒരു 3-4 ടണ്ണോളം
മാങ്ങയായിട്ടും പച്ചക്കറിയായിട്ടും ഇപ്പം ഞങ്ങൾ പോകുന്നുണ്ട്. കൊച്ചിയിൽ 10-18 ആൾ കൊച്ചിയിൽ പണിക്കുണ്ട്, 10-12-14 ആൾ ആടെ പണിക്കുണ്ട്. ഇപ്പം അൽഹംദുലില്ലാ അള്ളാൻ്റെ സഹായം കൊണ്ട് നല്ലൊരു രൂപത്തിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ ഈ നാട്ടിൽ തന്നെ നിൽക്കുന്നത് ഏകദേശം 15 കൊല്ലം 20 കൊല്ലത്തോളം നാട്ടിൽ തന്നെ പറഞ്ഞെങ്കിൽ 6 മാസത്തേക്ക് പോയെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച ഇല്ല ഒരാഴ്ച അത്രയേ നിൽക്കുള്ളൂ. ബാക്കി എല്ലാ സെറ്റിങ്ങിന് അവിടെ ആളുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ജമായത്ത് പ്രസിഡൻ്റായി. ഈ ആദ്യമായിട്ട് ആയത് ജമായത്ത് പ്രസിഡന്റ്. ഈ ജമായത്ത് പ്രസിഡന്റ് നിന്നാണ് BILS അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. ഒരു ഭാഗത്ത് ഇപ്പോൾ ഖത്തറിൽ ബിസിനസ് തുടങ്ങിയുണ്ടാക്കിയ ഒരു ഖത്തർ ഹാജി എന്ന പേര്. അതെ, അതായത് ഖത്തർ ഇബ്രാഹിം ഹാജി എന്ന് അറിയപ്പെടുന്ന തന്നെ ഈ ഖത്തറിൽ ബിസിനസ് ഉള്ളത് കൊണ്ട് അത് മുന്നേ ഖത്തർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഖത്തർ തന്നെ ആയിപ്പോയത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നേടിയ ഒരു ബിസിനസ്സിൽ ഒരു അധ്വാനത്തിന്റെ ഒരു വലിയ സന്ദേശമുണ്ട് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന ഒരാളോട് എന്ത് മെസ്സേജാണ്, സന്ദേശമാണ് അവരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ പറയാനെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ കഷ്ടപ്പെട്ടതുപോലെ പറയണ്ടേ. ഇന്നത്തെ തലമുറക്ക് ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു 10% കഷ്ടപ്പെടാൻ ഇന്നത്തെ തലമുറക്ക് കഴിയാം. കാരണം അന്ന് ഞാൻ പീടികയിൽ ഡ്യൂട്ടി എടുത്തത് തന്നെ 16 മണിക്കൂറാണ്. ഇന്ന് ഉള്ള ആൾക്കാർ 10 മണിക്കൂർ എടുക്കുമ്പോഴേക്ക് അതിന് എത്രയോ സമയം ഒരു ഇടയിൽ റെസ്റ്റ് എടുക്കും. അത് ആവിയിൽ അവരെ കൊണ്ട് അത്രേ സാധിക്കുള്ളൂ. നമ്മളെന്നത്തെ ആ കഷ്ടപ്പെടലും അതിൽ ഞാൻ പറഞ്ഞ ഞാനിപ്പം അന്ന് 1 ഉറുപ്പക്ക് പുറത്തെ മണ്ണിൻ്റെ വട്ടി ഒരു ദിവസം ഇന്ന് 1000 ഉറുപ്പ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര പണിയെടുക്കാൻ ആളില്ല. അതിൻ്റെ 4 മണ്ണിട്ടിട്ട് പണിയെടുക്കുന്നതാക്കി ഇന്ന് 350 ഉറുപ്പ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം. പിന്നെ അന്നത്തെ ഇന്നത്തെ കഥന പറഞ്ഞിട്ട് ഗുണമില്ല. ആ കഷ്ടപ്പാട് ഈ കഷ്ടപ്പാടും പറഞ്ഞിട്ട് ഗുണമില്ല. പക്ഷേ എനിക്ക് ഇന്നും എന്തായാലും അധ്വാനിച്ചാലേ നമുക്ക് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കാൻ അധ്വാനിക്കാനല്ല. ഈ അധ്വാനിക്കാത്ത ഒരു നേട്ടം കുറുക്ക്, അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു കുറുക്ക് വഴി ഉണ്ടായില്ല. കാരണം ഉണ്ടിക്ക് പൈസ ഞാൻ അയച്ചിട്ടുണ്ടായില്ല, ബാങ്ക് ത്രൂ അല്ലാണ്ട് ഞാൻ പൈസ അയക്കലുണ്ടായില്ല. എങ്ങനെ മനസ്സിലായില്ലേ? എല്ലാം എൻ്റെ ബിസിനസ് വളരെ ത്രൂ ആയിരിക്കും. ഒന്ന് അതേ സ്ഥാനത്ത് ഒരു സ്വത്ത് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ബ്രോക്കറെ വെച്ചിട്ടുള്ള സ്വത്ത് ഞാൻ എടുക്കലില്ല. അത് ഹറാമെന്ന് അറിഞ്ഞിട്ട്. എങ്ങനെ ഞമ്മ ബ്രോക്കർ വാങ്ങുകയും ചെയ്യില്ല, മറ്റവനിക്ക് കൊടുക്കുകയും ചെയ്യില്ല. അത് ഇന്നും അങ്ങനെയാണ്. ഹറാമിൻ്റെ വഴി അള്ളാഹ് ഏതെല്ലാം കണക്ക് വെച്ചിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്, അതൊന്നും തൊടാൻ എന്നെ കൊണ്ടായില്ല. അപ്പം ഞങ്ങളെ നാട്ടിൽ അള്ളാഹിൻ്റെ സഹായം കൊണ്ട് ഇന്നും ഒരു പേര് എനിക്കുള്ളത്, പൈസ ഒറിജിനൽ പൈസ ഉണ്ടെങ്കിൽ ഖത്തറാജിൻ്റെത് മാത്രവും ജനങ്ങൾ മുഴുവനും നല്ലോനും ബെടക്കോനും ഉള്ളോനും ഇല്ലാത്തവനും ആര് വേണമെങ്കിൽ പറയും. അതുകൊണ്ടാണ് താങ്കൾ ജമാഅത്തിന്റെ പ്രസിഡന്റായി കാലാകാലങ്ങൾ തുടരുന്നതും മറ്റു നാട്ടിലെ സാംസ്കാരിക സംഘടനകളെയും ഇപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ സമസ്തയുടെ ഉന്നത പദവിയിലേക്ക് താങ്കൾ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ആ ജീവിതവും നമ്മളെ ആ നെയ്യും ആ നീക്കവും പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഈ കുറച്ച് പാവങ്ങളെ സഹായിക്കുന്നതിൽ കുറച്ച് മുൻതൂക്കത്തിലാണ്. കാരുണ്യ പ്രവർത്തനം ചെറുപ്പത്തിൽ ഞാൻ കഷ്ടപ്പെട്ട അത് ഓർത്തിട്ടാണ് ഈ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നു. നമ്മൾ വരുമ്പോൾ 2 കൈയും ചുരുട്ടി പിടിച്ചിട്ട് വന്നിരുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അള്ളാഹു എന്തുമില്ലാങ്കിലും നമുക്ക് ജീവിക്കാനുള്ള ഒരു നിയമത്വം കൂടെ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പട്ടിണി കിടക്കുന്നത് വേണ്ട, പട്ടിണി കിടക്കുന്ന ആൾ തിന്നോട്ടെ എന്ന് ഉദ്ദേശിക്കുന്ന അത് കുറച്ച് എന്തെങ്കിലും കൂടുതലുണ്ടാവും. സമസ്തയുടെ ഇപ്പോൾ ഇവിടെ സമ്മേളനം നടന്നു, 60ാം വാർഷികം കാസർഗോഡ് വെച്ച് വലിയൊരു ചരിത്ര സംഭവമായിരുന്നു. അതിന്റെ ഒരു മുഖ്യ സംഘാടകനായിരുന്നു താങ്കൾ. അപ്പൊ ഒരു സംഘാടകത്വം താങ്കൾക്ക് ഉണ്ട് എന്ന് അതിലൂടെ, അതായത് ആ സമസ്തന്റെ അതിലുള്ള ഒരു മുഖ്യ ആള് ഞാൻ എന്ന് അറിഞ്ഞതിൻ്റെ ശേഷം ആ സമ്മേളനം ഏത് രൂപത്തിൽ വിജയിപ്പിക്കണം എന്ന് എനിക്കെന്നെ ഓർമ്മയുണ്ടായില്ല. കാരണം ഞാൻ ഒന്നും ആലോചിക്കില്ല, എനിക്ക് എന്ത് നഷ്ടം വരുന്നു എന്ത് കഷ്ടം വരുന്നു എന്നുള്ളതല്ല എൻ്റെ ചിന്ത. എൻ്റെ ചിന്ത എന്തെന്ന് പറഞ്ഞെങ്കിൽ ഇതിനെ ആ സമ്മേളനത്തിൻ്റെ ഒരു ചരിത്ര സംഭവമാക്കി ഇളക്കണം എന്ന് മാത്രം. അത് ഞാൻ എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പൈസനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ഫിക്കറാക്കണ്ട, പൈസ തരണ്ട, ഞാൻ ചിലവിടുമെന്നല്ല പറഞ്ഞത്. അത് സമ്പന്നന്മാരെന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ ചിലവ് ഞങ്ങൾ വഹിച്ചോളും.
നിങ്ങളെ ആത്മാർത്ഥതയും നിങ്ങളാ മുന്നേറ്റവും നിങ്ങളാ ഇൻട്രസ്റ്റും മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നത്. ഇത്ര വലിയൊരു സമ്മേളനം നടത്തിയിട്ടും ആൾക്കാർ കുറെ കൂടുതൽ പിന്നെ പുറമെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ടും റോഡിൽ ഒരു തടസ്സം കൂടിയില്ലാതെ സമ്മേളനം കൊണ്ടുപോകാൻ കഴിയും. അത് എങ്ങനെയാണ് സാധിച്ചത്? ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ വോളണ്ടിയേഴ്സിന് തന്നെ 2500ഓളം വോളണ്ടിയേഴ്സ് വേണമെന്ന് ആദ്യം തന്നെ ഞങ്ങൾ ഇവിടുന്ന് സൽക്കർ വിട്ട് സമസ്തക്ക്. അങ്ങനെ ആടെ തന്നെ സ്റ്റേറ്റിൽ നിന്ന് തന്നെ 2000 വോളണ്ടിയേഴ്സിനെ അയച്ച് ഏകദേശം 800 വോളണ്ടിയേഴ്സ് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ 2800 വോളണ്ടിയേഴ്സാണ് ഉണ്ടായത്. ഈ വോളണ്ടിയേഴ്സിനൊക്കെ ഉണ്ട്. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ താലീമല്ല അങ്ങനത്തെ തന്നെയാണ്. കാരണം ഈ വോളണ്ടിയേഴ്സിന് എന്ന് പറഞ്ഞെങ്കിൽ സമ്മേളനത്തിനെ പറ്റിയിട്ട് ചൂട് കൊടുക്കാനോ അതിനെ നോക്കാനോ കണ്ണിന് കാണാനോ പാടില്ല. അവർക്ക് ഏത് പണിയാന്ന് നമ്മൾ ഏൽപ്പിക്കുന്നത് ആ പണിയിൽ മാത്രം ഇൻട്രസ്റ്റ്. സമ്മേളനം എങ്ങനെ കഴിഞ്ഞെന്ന് ഓരോ അറിയണമെങ്കിൽ സമ്മേളനത്തിൻ്റെ ഗാസറ്റ് പയ്യെ കൊണ്ടുപോയിട്ട് TV-യിലിട്ടിട്ട് നോക്കിക്കൊള്ളണം എന്നല്ലാതെ ഓരോ കണ്ണോട് കാണാൻ പാടില്ല. ഒരാൾ കണ്ണങ്ങോട്ട് ചെരിച്ച് കഴിഞ്ഞാൽ ആളെ തന്നെ സസ്പെൻഡ് ചെയ്തു. ആ രൂപത്തിലുള്ളതാണ് നമ്മളെ വോളണ്ടിയേഴ്സ്. അപ്പോൾ അതുപോലെ ഞങ്ങൾ കലക്ടറോട് SP-യോട് ഞങ്ങൾ 3 ആൾ പോയിട്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ കലക്ടർ ചോദിച്ചു, അതല്ല നിങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ആളെത്ര ഉണ്ടാവും? ഞാൻ ഉടനെ എണിച്ചിട്ട് പറഞ്ഞ് 10 ലക്ഷത്തിൽ കുറയാൻ സാധ്യത നന്ന കുറവ് സാറേ. അയ്യോ ആര് കലക്ടർ ഇവിടെ 1 ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാന്ന്. നിങ്ങൾ ഈ 10 ലക്ഷം എന്നെല്ലാം പറഞ്ഞെങ്കിൽ ഇത് ഇവിടെ ഉൾക്കൊള്ളുന്ന ഇതെല്ലാം നടക്കുമോ ഇതൊന്നും. അപ്പം ഞാൻ അതിന് മറുപടി ഉടനെ പറഞ്ഞു, സാർ ഉദ്ദേശിക്കുന്ന മാതിരി എന്നല്ല ഞങ്ങളെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പായിരിക്കും. ഒരു ബുദ്ധിമുട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഇല്ലാത്ത രൂപത്തിൽ ഞങ്ങൾ ഇത് കൈച്ചലാക്കും. അതിനുള്ള എല്ലാ പണികളും ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 160 ഏക്കർ ജാഗയാണ് ഞങ്ങൾ ആ സമ്മേളന നഗരിൻ്റെ ചുറ്റുപാട് ഉണ്ടാക്കിയത്. 160 ഏക്കർ ജാഗ ചെറമ്പല്ല. അപ്പം ഈ വണ്ടി ഏകദേശം ഞങ്ങൾ 10,000 വാഹനം ഞങ്ങളെ കണക്കിൽ ഏകദേശം ഉണ്ട്. അള്ളാഹു ആലനി എത്ര ഉണ്ടായിരുന്നു, പക്ഷേ കുറയാൻ നന്ന സാധ്യത കുറവ്. മലപ്പുറത്ത് നിന്ന് വന്ന വാഹനം കണ്ടമാനം ഉണ്ടായിന്. 34 ഏക്കർ ജാഗയാണ് ചെറുക്കളത്ത് ഒരു സ്ഥലത്ത് ആദ്യം ഞങ്ങൾ സമ്മേളനം നടത്തണം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായത്. 34 ഏക്കർ. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ് ഏറ്റെടുത്തത്. ഭക്ഷണത്തിൻ്റെ സെറ്റിങ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഭക്ഷണം എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മളെ ക്യാമ്പിന് വരുന്ന 8000 ആൾക്ക് 6000 ആൾക്ക് ആക്കിയെങ്കിലും മതി എന്നുള്ള ഒരു അഭിപ്രായക്കാരുണ്ടായിന്. 8 പോകണമെന്ന് പിന്നെ ഒരു അഭിപ്രായക്കാർ. പിറ്റേ ദിവസം പിറ്റേ ദിവസം കൂടാന്ന്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എനിക്കറിയാം ഇതിൻ്റെ. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ടല്ലോ, റബ്ബിൻ്റെ വേണ്ടികയുണ്ടായിട്ട് നിങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവും. എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് മറുപടി പറയും. ഇത് ലോകം വിചാരിച്ചതിനെ കാട്ടി എത്രയോ വലിയൊരു വിജയം ഈ സമ്മേളനത്തിനുണ്ടാവും. കാസർഗോഡ് ജില്ലനെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സമ്മേളനമായിരിക്കും ഇത് എന്ന് ഞാൻ മുന്നേ പറയലുണ്ട്. വെറുതെ ഇങ്ങനെ പറയലെന്നെ. എങ്ങനെ അള്ളാൻ്റെ സഹായം കൊണ്ട് അതുപോലെ തന്നെ സംഭവിച്ചത്. അതുപോലെ ആദ്യം ക്യാമ്പിൽ നമുക്ക് 5000 ആളത് മതി നടത്തിയിട്ട് ആദ്യത്തെ ആ ക്യാമ്പിൻ്റെ ദിവസം തന്നെ 8500 ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ ഈ ഭക്ഷണം കണ്ടിട്ട് കൊടുക്കുന്നവനോട് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തോളണം. പിറ്റേ ദിവസം 9500 ആക്കി. പിറ്റേ ദിവസം 12000. എങ്ങനെ ഈ 3 ദിവസം അള്ളാൻ്റെ സഹായം കൊണ്ട് ഒരാൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ ഇത് SSFകാർ ഭക്ഷണം പിന്നെ മറ്റോരെല്ലാം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചാടിയെന്ന് അതിന് ഞമ്മ ഉത്തരവാദിയല്ലല്ലോ. മറ്റൊരു ഭക്ഷണം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവിടെ മലപ്പുറമെല്ലാം ഉണ്ടാക്കിയ മാതിരി നമ്മൾ മലപ്പുറം പോയിട്ട് പിന്നെ ഒരു കാലി ബത്തക്കൻ്റെ ചൂളിയിട്ട ഒരു വെള്ളത്തിന് 25 രൂപ കൊടുത്തിട്ട് കുടിച്ച ആളാണ് ഞമ്മ. അതെല്ലാം ഓർമ്മയുണ്ട് നമുക്ക്. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. ഇവിടെ കാരണം എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ ക്യാമ്പിലേക്ക് ഭക്ഷണം നന്നായിട്ട് കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത്. അതുപോലെ തന്നെ പിന്നെ നേതാക്കന്മാർക്ക് സാധാരണ ഒരു 150 ആക്കേണ്ട 400 നേതാക്കന്മാർക്കാക്കിയിട്ടാകുമ്പോൾ അതും ക്യാമ്പിൽ നിന്ന് പോയിട്ട് VIP കാറെല്ലാം VIP എല്ലാം അതിൽ നിന്ന് പോയിട്ട് അതിൽ നിന്ന് കഴിച്ചുകൊണ്ട് 4 ദിവസം ഞങ്ങൾ അതും റെഡിയാക്കി. അതിനും കംപ്ലൈൻ്റ് ഇല്ല. സമ്മേളന നഗരിയിൽ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾ പോയിട്ട് ആരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-12 പേരെ പള്ളക്കുള്ളത് കംപ്ലീറ്റ് ഒഴിഞ്ഞു തന്നിനി.
സമ്മേളനം കഴിഞ്ഞിട്ട് വിട്ട് തന്ന ഏടെല്ലാം പോയിട്ട് ഏട്ടൻ്റെ ആടെയും ആങ്ങളുടെ ആടെയും കാക്കാൻ്റെ ആടെയെല്ലാം താമസിച്ചത്. പിന്നെ ബാക്കിയുള്ള ഏതെങ്കിലും പുരയിൽ ഉണ്ടെങ്കിൽ ആടെ ഒരു ബോർഡ് എഴുതിയിട്ട് വെച്ചിന് എന്തെന്ന് ബാത്റൂം സൗകര്യമാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന്. ആടെ പെണ്ണുങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അള്ളാൻ്റെ ഒരു സഹായം ഏടെല്ലാം എത്തിയെന്നറിയോ? ആടെ ബാത്റൂമിൻ്റെ സൗകര്യം നിറഞ്ഞിട്ട് എഴുതി വെക്കുന്നതെന്ന് പുരയിൽ ചുറ്റുപാടുള്ള വീടുകളിലെല്ലാം വീടുകളിലല്ലോ. അപ്പം അത്ര ഒരു മനുഷ്യനിക്ക് ഇല്ല വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തായിട്ടില്ല. പിന്നെ പയ്യെ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നം വന്നിന്. പിന്നെ കക്കൂസിൻ്റെ എന്തോ മാലിന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിന്ന് നിറഞ്ഞിട്ട് കോയൽ കിണറിൽ ഞങ്ങൾ വേണ്ട അത്ര കുഴിച്ച് കൊടുത്തിട്ട് എല്ലാം സോൾവ് ചെയ്യുന്ന ആരെ കൊണ്ടും ഞങ്ങൾ പറയിച്ചിട്ടില്ല. എല്ലാം സമ്മേളനം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് കംപ്ലീറ്റ് ഞങ്ങൾ അതിൻ്റെ കംപ്ലീറ്റ് കടുവും അതും ഇതെല്ലാം വീടിയിട്ട് ചുക്കിയാക്കിയിട്ട് മനുഷ്യന്മാരെ കൊണ്ട് ഒരു അക്ഷരം പറയുന്ന മാതിരി ആക്കിയിട്ടില്ല. അതാണ് പിന്നെ ഞങ്ങൾ ഇടപെട്ടതിൻ്റെ ഗുണമുണ്ടായിരുന്നു. താങ്കൾ ഇടപെട്ട മറ്റൊരു വലിയൊരു ഇതാണ് കാസി വധവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഇടപെട്ടിട്ട് അതിൽ സംഭവം എന്താ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അതിൽ വലിയ സങ്കടമുണ്ട്. സങ്കടം വേണമല്ലോ. അതായത് കാസിയാർ എന്ന് പറഞ്ഞെങ്കിൽ കാസിയും ഞാനുമായിട്ട് വളരെ അടുപ്പത്തിലുണ്ടായ ഒരു സംഭവമാണ്. വളരെ അടുപ്പം എന്ന് പറഞ്ഞാൽ കാസി ഗൾഫിൽ പോകുന്നുണ്ടെങ്കിലോ അല്ല വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നുണ്ടെങ്കിലോ ഞാൻ കൽനാട് ജമാഅത്ത് പ്രസിഡന്റ് ആവുന്ന സമയത്ത് എന്നെ വിളിച്ച് പറയും ഞാനിങ്ങനെ പോകുന്നുണ്ട്. നോക്കുമ്പോൾ വേറെ ഏടി പറഞ്ഞിട്ടേ ഉണ്ടായില്ല. അത്ര അടുപ്പിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, അത്ര അടുപ്പിൽ. അപ്പം ഈ കാസി മരിക്കുന്നതിനും ഒരു 10-20 ദിവസം മുന്നേ ഞാൻ കാസിൻ്റെ പെരക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ എന്തോ ഒരു മകളെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പോയ സമയത്ത് കാസിയാടെ കാസിൻ്റെ ടേബിൾ ആ കുസൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ആ വാതിലിൻ്റെ പള്ളക്ക്. അതിൻ്റെ എതിരുള്ള കസാലയിൽ ഞാൻ പോയിട്ടിരുന്നു. കാസി ഉടനെ എന്നെ പള്ളക്കിരിക്കാനും വേണ്ടിയിട്ട് ക്ഷണിച്ച് ഇങ്ങനെ കൈയോടാക്കിയിട്ട് ഞാൻ പോയിട്ട് പള്ളക്കിരുന്നു. ഇരുന്നിട്ടായിട്ട് കാസിയോട് പല വാക്കുകളും എല്ലാം ചോദിച്ചു. ആ ചോദിച്ചിട്ട് ഞാൻ എന്തെല്ലാം ചോദിച്ചു പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഉസ്താദിന് എന്ത് പ്രശ്നമുള്ളത്? അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇയർക്കെന്ത് പ്രശ്നം? ഒരു പ്രശ്നമല്ല. അല്ല ഉസ്താദ് അന്ന് ഈ ഓപ്പറേഷൻ ചെയ്ത് അതിനെ പറ്റിയിട്ട് അതെല്ലാം അള്ളാൻ്റെ വേണ്ടിക്ക് അത് നമുക്ക് തടുക്കാനൊന്നും പറ്റുന്നില്ല. എങ്ങനെ അതിൽ നിന്ന് ഇപ്പം ഞാൻ രക്ഷപ്പെടില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടില്ലേ? എങ്ങനെ എനിക്ക് ആ ഒരു കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ. ആടുന്ന് ഈടത്തോളം നമ്മൾ നേരെ പതുക്കി കിട്ടിയല്ലോ, ഒരു പ്രശ്നമില്ലാതെ ഇപ്പം എനിക്ക്. പിന്നെ വേറെന്ത് ഉസ്താദ് എനിക്ക് വിഷമമുള്ളത്? ഒരു വിഷമമില്ല. സാമ്പത്തികപരമായിട്ട് പൈസൻ്റെ കാര്യത്തിൽ എന്തും വിഷമമുണ്ടാകും എനിക്ക് ഒരില്ല. എനിക്കിപ്പം അള്ളാൻ്റെ സഹായം കൊണ്ട് എനിക്ക് കിട്ടുന്ന ആ പൈസ ഉണ്ടല്ലോ അതന്നെ എനിക്ക് എൻ്റെ സംഭവം കംപ്ലീറ്റ് കഴിച്ചിട്ട് ബാലൻസിലാന്നുള്ളത്. എനിക്ക് അതൊരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് തടിൻ്റെ സുഖത്തിനെ പറ്റിയിട്ട് അത് പിന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് വയസ്സന്മാരായിട്ടാകുമ്പോൾ ഉണ്ടാകുന്നതല്ലേ, കാക്കും കൈക്കെല്ലാം വേദന ഉണ്ട്. നിങ്ങളെപ്പോലെ ഇപ്പം എനിക്ക് നിസ്കരിക്കാൻ എനിക്ക് നിസ്കരിക്കണമെങ്കിൽ ഇരുന്നിട്ട് പിന്നെ നടന്നിട്ട് ദൂരം നടന്നിട്ട് ഏടി പോയിറ എന്നെ കൊണ്ട് ചെയ്യാം. അതാണ് എനിക്ക് വിഷമം. എങ്ങനെ നടന്നിട്ട് ദൂരം പോയിടാൻ ഏടിയും കഴിയുക. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം നിങ്ങൾ ആടുന്ന് വാലിന് ഞാൻ വിളിച്ചിട്ട് ഇവിടേക്ക് എത്തുമ്പോഴേക്ക് ഞങ്ങൾക്ക് നല്ല ടൈം കുടിച്ചിട്ട് ഇവിടേക്ക് എത്തണമെങ്കിൽ അപ്പം വടിയും കുത്തിയിട്ട് മെല്ലെ കാല് വെച്ചിട്ട് വരാനേ പറ്റുള്ളൂ. അങ്ങനെ മുട്ടിന് നല്ല പ്രശ്നമുണ്ട് എനിക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഈ വേദനയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അവസ്ഥ. അങ്ങനെ എന്തുമില്ല. ഞമ്മ പിന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വേദനയില്ല. നമുക്ക് നടക്കുമ്പോൾ കുറച്ച് വേദനയാവും എന്നല്ലാതെ ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറെന്ത് ഉസ്താദ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത്? എനിക്ക് പ്രശ്നം ഇല്ലയെന്ന് തീരെ പറയാൻ പാടില്ല, ഉണ്ട്. എന്തേ? ഞാൻ ഈ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ മതവിദ്യാഭ്യാസമാണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് ഞാൻ സൗദിയിൽ നിന്ന് പിന്നെ ഞാനുണ്ടാക്കിയ സ്ഥാപനത്തിന് അത് ഞാനുണ്ടാക്കിയതല്ല എൻ്റെതെന്നെല്ലാം പറഞ്ഞിട്ട് പിടിച്ചെടുത്തിട്ട് ഞാൻ ഒരു ഇസ്ലാമിക സ്ഥാപനമല്ലേ, അപ്പോൾ അതിന് ബ്ലേഡ് വെക്കുന്നത് വേണ്ട, ഏതായിട്ടും എങ്ങനെ മുസ്ലിമീങ്ങൾ തന്നെ അത് നടത്തിയെങ്കിലും മതി എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് തന്നെ വേണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാറിയതാണ്. മാറിയിട്ട് എന്നെ അള്ളാഹ് ഏടിയും പടക്കാക്കിയിട്ടില്ല. മറ്റാൾ സ്ഥലം തന്ന് ഞാൻ അവിടെ അതിനെ ഉണ്ടാക്കി നമ്മളെ മതവിദ്യാഭ്യാസം അതിൽ ശരിക്ക് മുന്നിലോട്ട് പോയി. അതിന് എന്തുമില്ലാതെ ദാറുദാൻ്റെയും അതും ഇതുമെല്ലാം നല്ല നേക്കിൽ പോയി. പിന്നെ എനിക്കൊരാഗ്രഹം തോന്നി അതിൽ ഭൗതിക വിദ്യാഭ്യാസം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇതൊരു വലിയ ഒരു സംഭവമാക്കിയിട്ട് മാറ്റണമെന്ന്. ആ വിചാരിച്ചതും സംഭവമല്ല എൻ്റെ കയ്യിൽ നിന്ന് നടന്നിട്ടുണ്ടെങ്കിലും നല്ല ഒരു കടം അതിനുണ്ട്. എത്ര പിരിവെടുത്തെങ്കിലും അതിൻ്റെ കടം
പൂർണ്ണമായിട്ട് തീർത്താൻ പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് അതെല്ലാം അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് അതെല്ലാം വയ്യ നേരായിക്കോളും എന്നുള്ള ഒരു സമാധാനം ഉണ്ട്. അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്കെന്ത് പ്രശ്നം ഇബ്രാഹിം ഹാജി? ഒന്നുമില്ല, ഞാൻ നല്ല സന്തോഷത്തിൽ തന്നെ എന്ന് പറഞ്ഞ കാലിയാണിത്. പിന്നെ ഈ കാലിനെയാണ് ജോറ് വെച്ച് കെട്ടുന്നത്. എന്തെന്ന് നമ്പലം കൊണ്ട് സഹിക്കാൻ കഴിയാത്ത സഹിച്ച് പിടിഞ്ഞ് എന്നെ ഞാൻ എന്തിനു ജീവിക്കുന്നേ എന്നറിഞ്ഞിട്ട് അയാൾ ആത്മഹത്യ ചെയ്ത് എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഇതൊന്നും ആർക്കും ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഒന്ന്, ഞാൻ മരിക്കുന്നത് വരെ എന്നോട് 1 കോടി ആൾ പറഞ്ഞ് എനിക്ക് 1000 സ്വപ്നങ്ങൾ കാണിച്ച് ഞാൻ ഒരു സൂചിൻ്റെ മൊന പോലും അത് അയാൾ സ്വയം മരിച്ചതെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും അയാളെ കരുതി കൂട്ടി കൊല ചെയ്തത് തന്നെ. പക്ഷേ എൻ്റെ കണക്ക് പ്രകാരം തീർച്ചയായിട്ടും അള്ളാഹു ഞാൻ എന്നെ മരിച്ചു പോയാലും എൻ്റെ ബാക്കിലുണ്ടാവുമല്ലോ നിങ്ങളെപ്പോലത്തെ ആൾക്കും കൂടെ അത് അള്ളാഹ് തെളിയിച്ചു തരും. അതൊരു അപകട മരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? എങ്ങനെ അപകടം എന്ന് പറഞ്ഞാൽ മറ്റാൾ കൊന്നിട്ട് അപകടമാക്കുന്നത് എന്നല്ലാതെ അപകടം എന്ന് പറയാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഉസ്താദ് പകല് വരെ നടക്കാൻ കഴിയാത്ത ഉസ്താദ് രാത്രി സൂചിക്കല്ലിൻ്റെ മുകളിൽ പോയിട്ട് ആ സൂചിക്കല്ല് അപ്പുറം കടന്നിട്ട് ആടെ തലയിൽ കെട്ടും വടിയും വെച്ചിട്ട് ആടന്ന് പോയിട്ട് കടലിൽ ചാടി എന്ന് പറയുമ്പോൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ബാല്യത്തിൽ അതെന്തിനാ ഇപ്പം പറയുന്നത്? നിങ്ങോ ചരിത്രമില്ല. അയാൾക്ക് വേദനയോ മുട്ടുവേദനയോ വടി കുത്തൽ വന്നതിൻ്റെ ശേഷം ആ ഭാഗം അയാൾ കണ്ടിട്ടുണ്ടായില്ല. അത് വെറും പച്ചക്കളം പറയുന്നതാണ്. അപ്പൊ ഇത് കൊല്ലപ്പെട്ടതാണെങ്കിൽ ആരാണ് കൊന്നത്? അതെങ്ങനെ നമ്മൾക്ക് പറയുന്നേ? അത് അള്ളാഹ് തെളിയിക്കണം. ഞാൻ ചോദിക്കുന്നത്, നമ്മ അങ്ങനെ പറയുകയാണെങ്കിൽ 4 കൊല്ലം നീണ്ടു നിൽക്കില്ലല്ലോ ഇത്. നിങ്ങൾക്കൊരു സംശയം, ഇപ്പോ CBI പറയുന്നു കൊല്ലപ്പെട്ടതല്ല ആത്മഹത്യയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കൊല്ലപ്പെട്ടതാണ് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ ആരും എന്നെങ്കിലും നിങ്ങൾക്കൊരു ആരെങ്കിലും സംശയം? ഒരു കാലത്ത് ഞാനത് പറയൂല. അത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ആളെ എനിക്ക് ഇന്ന ആളിന്ന് പൂർണ്ണമായിട്ട് തിരിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പോയിട്ട് കോടതിയിൽ നിന്നിട്ട് പറയല്ലോ. ഇന്ന ആളെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. നമ്മളെ കണ്ണോട് നമ്മൾ കണ്ടിട്ടില്ല. മൊത്തത്തിൽ ഇതിൻ്റെ തെളിവ് വെച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ കാലി മരിച്ചിട്ട് 1 മണിക്കൂർ കഴിയുന്നതിന് മുന്നേ ആത്മാർത്ഥിന്ന് അതിനെ വരുത്തി തീർത്ത് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഒരു കൂടിയാലോചനയാക്കി. അന്നും ഇന്നും അത് തന്നെ പറയുന്നത്. കാരണം CBIൻ്റെ കയ്യിൽ കൊടുത്തിട്ട് CBI പറയുന്നത് എന്തെന്ന് അതന്നെയെന്ന്. കാരണം ഇത് ആദ്യം ചൊല്ലിക്കൊടുത്തത് തറാന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാവരും. ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാലോ. അതല്ലേ ഞാൻ പറഞ്ഞ ഇത് അള്ളാഹു തെളിയിക്കും എന്ന് മാത്രം ഞാൻ പറയുന്നത്. ഇതിന്റെ കൊലപാതകരെ കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ എന്തിനു വേണ്ടി കൊന്നത് എന്ന് അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തിനു വേണ്ടിയിട്ട് കൊന്നത് ഇപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? ഒരു സംശയമില്ല. അതിൽ ഒരു സംശയം നമുക്ക് വെക്കാൻ പാടില്ല. എങ്ങനെ അത് കൊന്ന ആൾക്കാർ എന്തിനു വേണ്ടിയിട്ട് കൊന്നു നമുക്കിത് പറയാൻ പറ്റില്ല. ഇത് കൊന്ന ആൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ കൊല്ലപ്പെട്ട ശേഷം സമസ്തയുടെ തന്നെ വിവിധ അനുബന്ധ സംഘടനകൾ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞിരുന്നു മറുവിഭാഗമാണ് ഇതിന് പിന്നിലെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ സംശയിക്കുന്നുണ്ടോ? അങ്ങനെ അല്ലാതെ അത് പിന്നെ നമുക്ക് ഏത് സംശയിക്കണം ഏത് സംശയിക്കണ്ട എന്ന് ഉള്ളതല്ലാതെ ഞാൻ അതിനെ വ്യക്തമായിട്ട് പറയാൻ ചെയ്യില്ല. ഏത് ഇൻഷാ അല്ലാഹ് എനിക്ക് പറയാനുള്ളത്, അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് ഈ കാളിയാറെ ആരാണ് മനഃപൂർവമായിട്ട് കൊല ചെയ്തിട്ടുണ്ട് അത് അള്ളാഹു നമുക്ക് തെളിയിച്ച് തരും. കുറ്റം ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ തത്വം. എനിക്ക് വേറെ തത്വമേ അറിയില്ല. എന്തെന്ന് ഒരു കുറ്റം ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണം, ഒരു നിരപരാധി എപ്പോഴും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു തത്വം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഇത് കൊലപാതകം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല.
കൽബിൽ പൂത്തുലയും തനി തങ്ക പൊൻവെട്ടം കനവിൽ പൊൻതൂവൽ നൽകും തങ്കത്തിൻ സ്പർശം സെറ്റി ഗോൾഡൻ ശേലുള്ള പൊന്ന് മഞ്ചിവൾ കേകും അഴകുള്ള പൊന്ന് സെറ്റി ഗോൾഡ്. City Gold, Kanjangad, Kasaragod and Uppala. The glow of purity in association with City Gold, exclusive kids jewelry, Kasaragod. രാഹുൽ ഗാന്ധി തന്നെ ഞാൻ പ്രസംഗിച്ചതാണ്. എന്തെന്ന്? സിദ്ദീഖ് ജയിച്ചാൽ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന്. അത് ശരി തന്നെയല്ലേ? അപ്പോൾ സിദ്ദീഖ് ജയിച്ചാൽ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ സിദ്ദീഖ് ജയിച്ചാൽ സിദ്ദീഖിനെ ഉടനെ മന്ത്രിയാക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരറിവ്. മറ്റേച്ചാൽ രാഹുൽ ഗാന്ധിൻ്റെ അടുക്ക സിദ്ദീഖ് ഉണ്ടാവില്ലല്ലോ. സിദ്ദീഖിൻ്റെ ആകെയിലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം സിദ്ദീഖിനെ ജയിച്ചു കഴിഞ്ഞാൽ അത്ര ഉയർച്ചയിലേക്ക് എത്തിക്കും എന്ന് രാഹുൽ ഗാന്ധി വരെ പറയുമ്പോൾ നമ്മൾക്ക് വളരെയധികം അതിനെ ചിന്തിക്കാനും ആലോചിക്കാനുണ്ട്. കൽബിൽ പൂത്തുലയും തനി തങ്ക പൊൻവെട്ടം കനവിൽ പൊൻതൂവൽ നൽകും തങ്കത്തിൻ സ്പർശം സെറ്റി ഗോൾഡൻ ശേലുള്ള പൊന്ന് മഞ്ചിവൾ കേകും അഴകുള്ള പൊന്ന് സെറ്റി ഗോൾഡ്. City Gold, Kanjangad, Kasaragod and Uppala. The glow of purity in association with City Gold, exclusive kids jewelry, Kasaragod. സംസ്ഥയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകൾ.